ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആത്മീയ ഉണർവ് അഥവാ സ്പിരിച്വൽ അവേക്കനിങ് എന്നതിനെക്കുറിച്ചാണ്. പലർക്കും ഇത് വേദനാജനകവും ബുദ്ധിമുട്ടുള്ളതുമായ ഒരു അനുഭവമായിരിക്കാം. എന്നാൽ ഓർക്കുക, ഇതൊരു പരിവർത്തനത്തിൻ്റെ യാത്ര കൂടിയിട്ടാണ്. ഈ സമയത്ത് നിങ്ങൾക്ക് ഒറ്റയ്ക്കാണെന്നോ ആശയക്കുഴപ്പത്തിലാണെന്നോ ഉത്കണ്ഠയുണ്ടെന്നോ തോന്നിയാൽ അത് തികച്ചും സ്വാഭാവികമാണ്. ആദ്യം എന്താണ് ആത്മീയ ഉണർവ് എന്ന് പറയാം. ആദ്യം ഒരു ചെറിയ ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാൻ എന്തിനാണ് ഇവിടെ? എൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മീയ ഉണർവിൻ്റെ യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ നിങ്ങളെ കണ്ടെത്തുന്ന ഒരു യാത്രയാണ്. ഇത് നിങ്ങളുടെ ഹൃദയത്തെ തുറക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടെത്തുന്ന, പ്രപഞ്ചവുമായി ഒരു ആഴമേറിയ ബന്ധം തോന്നുന്ന ഒരു പ്രക്രിയയാണ്. ഈ യാത്രയിൽ 5 പ്രധാന ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടവും നിങ്ങളുടെ ജീവിതത്തെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏത് ഘട്ടത്തിലാണ് എന്ന് കണ്ടെത്താൻ ഈ വീഡിയോ അവസാനം വരെ കാണൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇനി നമുക്ക് ഈ യാത്രയുടെ ആദ്യത്തെ സ്റ്റേജ് എന്താണെന്ന് നോക്കിയാലോ. പലർക്കും ഇത് തുടങ്ങുന്നത് ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ്. എന്താണ് ഈ പ്രശ്നം എന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ ഉണ്ടാകുക. പെട്ടെന്നൊരു ദിവസം നമ്മുടെ ലോകം തല കീഴായി മറിയുന്നത് പോലെ തോന്നും. ഒരു പക്ഷേ നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുമായി പിരിയേണ്ടി വരും, അല്ലെങ്കിൽ നമുക്കൊരു വലിയ അപകടം സംഭവിക്കാം, അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന ഒരു രോഗം വരാം. ഇതൊക്കെ ഒരു തരം പ്രപഞ്ചം നമ്മളെ ഒന്ന് ഉണർത്താൻ വേണ്ടി തരുന്നത് പോലെയാണ്. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരാൾ വന്ന് നമ്മളെ കുലുക്കി ഉണർത്തുന്നത് പോലെ. ഈ സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു ഞെട്ടലുണ്ടാകും. നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും തെറ്റാണെന്ന് നമുക്ക് ബോധ്യമാകും. നമ്മുടെ ഈഗോ എന്ന് പറയുന്ന സാധനം, അതായത് ഞാൻ എന്ന് നമ്മളെപ്പോഴും അഹങ്കരിക്കുന്ന ആ ഒരു ചിന്തയ്ക്ക് ഒരു കാലത്തും കാര്യമായ നിയന്ത്രണം ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. അതായത് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെ തോന്നും. നിങ്ങളുടെ മനസ്സ് പറയും, ഞാൻ എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സംഭവങ്ങൾ നിങ്ങളുടെ ഈഗോയ്ക്ക് ഒരു കനത്ത അടി കൊടുക്കുന്നു. നിങ്ങളുടെ കൺട്രോൾ ഒരു ഭ്രമം മാത്രമാണ് എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് പോലെയാണത്. എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? ഞാൻ ആരാണ്? ഇങ്ങനെയുള്ള വലിയ വലിയ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ കയറി വരും. നമ്മളെ ജീവിതത്തിൽ നിന്ന് വലിച്ചിഴച്ച് ആഴമേറിയ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും. എന്നാൽ ഇതിന് നേരെ വിപരീതമായി ചില ആളുകൾക്ക് വളരെ മനോഹരമായ ഒരു ഉണർവ് ഉണ്ടാകാറുണ്ട്. ഒരു ദുരന്തമോ വേദനയോ ഒന്നുമില്ലാതെ വളരെ സ്വാഭാവികമായി അവർ ഒരു പുതിയ തിരിച്ചറിവിലേക്ക് എത്തുന്നു. നമ്മൾ കണ്ടിട്ടുള്ള പല ആത്മീയ ഗുരുക്കന്മാർക്കും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നമ്മൾ കഷ്ടപ്പെട്ടാലേ ആത്മീയമായി വളരൂ എന്നൊന്നുമില്ല. ഇപ്പോൾ കൂടുതൽ ആളുകൾക്കും ഇങ്ങനെയുള്ളൊരു സ്പോണ്ടേനിയസ് അവേക്കനിങ് ഉണ്ടാകാറുണ്ട്. ഒരു പക്ഷേ മനുഷ്യന്റെ കൂട്ടായ ബോധത്തിൽ എന്തോ നല്ല മാറ്റങ്ങൾ വരുന്നുണ്ടാകാം. വേദനയോടെയല്ല, നേരം വെളുക്കുന്ന സൂര്യരശ്മി പോലെ വളരെ സ്വാഭാവികമായിട്ട് പരിവർത്തനം സംഭവിക്കാം എന്ന ചിന്ത നമുക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നുണ്ട്. അതായത് പുലർച്ചെ സൂര്യന്റെ വെളിച്ചം പോലെ ഈ ഒരു അവേക്കനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ കടന്നു വരും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റേജ്. ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവേക്കനിങ് സംഭവിക്കുന്നത്. ചിലർക്ക് വളരെ വേദനാജനകമായ സന്ദർഭങ്ങളിലൂടെയും, എന്നാൽ മറ്റു ചിലർക്ക് വളരെ സ്വാഭാവികമായിട്ടുമാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ ഉണർവിൻ്റെ വഴി എങ്ങനെയായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ സമയത്ത് നിങ്ങൾ കുറേ വലിയ ചോദ്യങ്ങൾ സ്വയം ചോദിക്കാൻ തുടങ്ങും. ഇത്രേ ഉള്ളൂ ജീവിതം, എൻ്റെ ശരിക്കുള്ള ലക്ഷ്യം എന്താണ്? ഇതൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. നിങ്ങൾ വെറും ഒരു പുതിയ ദിവസത്തിലേക്കല്ല ഉണരുന്നത്, മറിച്ചൊരു പുതിയ ജീവിതത്തിലേക്കാണ്, ഒരു പുതിയ നിങ്ങളിലേക്കാണ്. നിങ്ങളെ ഉറക്കത്തിൽ നിർത്തിയ ആ മിഥ്യാധാരണകളെ തകർത്ത് പുറത്തു വരാനും നിങ്ങൾ എപ്പോഴും ആകാൻ വിധിക്കപ്പെട്ട ആ മനോഹരമായ വ്യക്തിയായിട്ട് ഉയർന്നു പറക്കാനുമുള്ള നിങ്ങളുടെ സമയമാണിത്.
ഇനി നമുക്ക് ഈ യാത്രയിലെ അടുത്ത സ്റ്റേജിലേക്ക് പോയാലോ? ഇത് ശരിക്കും ഒരു മാന്ത്രികമായ അനുഭവമാണ്. ഇതിനെ നമുക്കൊരു ബ്ലിസ് സ്റ്റേജ് എന്ന് വിളിക്കാം. ആനന്ദത്തിൻ്റെ ഘട്ടം. നിങ്ങളുടെ ആത്മാവിൻ്റെ സുവർണ മണിക്കൂറാണിത് എന്ന് സങ്കല്പിക്കുക. എല്ലാം ഊഷ്മളമായ തിളങ്ങുന്ന വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് വെറുതെ ജീവിച്ചിരിക്കുന്നു എന്ന് തോന്നുക മാത്രമല്ല, ഈ വലിയ പ്രപഞ്ചത്തിൻ്റെ ഒരംശമാണ് നിങ്ങളെന്നും തോന്നും. ഒരു പുതിയ ജീവിതോത്സാഹം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ഒരു കോസ്മിക് കണക്ഷൻ. ഈ സ്റ്റേജിൽ ലോകം നിങ്ങൾക്കൊരു വർണ്ണങ്ങളുടെ പാലറ്റ് പോലെ തോന്നും. മരങ്ങൾ രഹസ്യങ്ങൾ മന്ത്രിക്കുന്നതായിട്ട് തോന്നും. പക്ഷികൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾ പാടുന്നതായിട്ട് തോന്നും. പൂക്കൾ പോലും നിങ്ങൾക്കായി മാത്രം വിരിഞ്ഞതായിട്ട് തോന്നും. സന്തോഷം, ആവേശം, ഒരുതരം നിർവൃതി. അതുപോലെ വർഷങ്ങളായിട്ട് നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത ഒരുപാട് നല്ല നല്ല വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ നിറയും. ഒരു നിധി പോലെ, ഒരു നിധി കിട്ടിയ സന്തോഷം പോലെ ഓരോ വികാരവും തുറന്നു നോക്കാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഘട്ടം ഇത്രയധികം സന്തോഷവും അത്ഭുതവും നൽകുന്നതെന്നറിയാവോ? കാരണം വളരെ ലളിതമാണ്. നിങ്ങളുടെ ഹൃദയം ഉണരുകയാണ്. പലരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ആദ്യമായി അവർ തങ്ങളുടെ ഹൃദയത്തെ ശരിക്കും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് ഈ സമയത്താണ്. നിങ്ങളുടെ ഹൃദയം ഉണരുമ്പോൾ അത് അനുകമ്പ, മറ്റുള്ളവരുമായി ഒരു ബന്ധം തോന്നുക, അതുപോലെ എല്ലാവരുടെയും ഉൾക്കൊള്ളുന്നൊരു സ്നേഹം തുടങ്ങിയ നല്ല വികാരങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറും. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി രസകരമാകുന്നത്. ഈ ഘട്ടത്തിൽ ഒരു അദൃശ്യ ശക്തി നിങ്ങളെ നയിക്കുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങും. നിങ്ങളുടെ വഴിയിൽ ചില നല്ല യാദൃശ്ചിക സംഭവങ്ങൾ ഉണ്ടാകും. നിങ്ങൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ വരുന്നത് പോലെയൊക്കെ തോന്നും. നിങ്ങളുടെ ഹൃദയം ഇപ്പോൾ മുമ്പത്തേക്കാളും ഉണർന്നിരിക്കുന്നു. ഈ പുതിയ അവബോധത്തോടെ നിങ്ങളുടെ ആത്മാവിന്റെ ലക്ഷ്യവുമായി യോജിക്കുന്ന കാര്യങ്ങളും വഴികളും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും. കൂടാതെ ഈ ഘട്ടത്തിൽ സിങ്ക്രോണിസിറ്റി എന്നൊരു മാജിക് കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സാധാരണമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് അവർ നിങ്ങളെ വിളിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഒരു അവസരം പെട്ടെന്ന് മുന്നിൽ വരും. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. ചിലർക്ക് ഈ ഒരു ഘട്ടത്തിൽ അവർക്ക് അറിയാത്ത ആത്മീയ കഴിവുകൾ പുറത്തു വരും. ഒരുപക്ഷെ മറ്റുള്ളവരുടെ വികാരങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ശക്തി ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വേദന മാറ്റാനുള്ളൊരു കഴിവ് നിങ്ങൾ കണ്ടെത്തിയേക്കാം. ഈ ഘട്ടത്തോടൊരു പ്രത്യേക ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ്. ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ ചെറിയൊരു വാണിംഗ്. ഈ ഘട്ടം ഒരു ഹണിമൂൺ പോലെയാണ്, നിങ്ങളുടെ ആത്മാവിൻ്റെ ഒരു റൊമാൻറ്റിക് ഫേസ്. പക്ഷേ ഈ ഒരു ലഹരി എന്നേക്കും ഉള്ളതല്ല. ഓ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തി എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത് നിങ്ങളുടെ യാത്രയുടെ ഒരു ഭാഗം മാത്രമാണ്. ഈ ഒരു ഭാഗം ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. ഏതൊരു ഹണിമൂണിനും ഒരു അവസാനമുണ്ടാകും. പലരും ഈ വലിയ സന്തോഷത്തെ ഒരു അവസാനമില്ലാത്ത അവസ്ഥയായിട്ട് തെറ്റിദ്ധരിക്കുകയും തങ്ങളുടെ യാത്ര ഇവിടെ അവസാനിച്ചു എന്ന് കരുതുകയും ചെയ്യും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ മനോഹരമായ യാത്രയിലെ ഒരു അധ്യായം മാത്രമാണ്. ഈ യാത്രയിലെ ഉയർച്ച താഴ്ചകളെ നമ്മൾ എതിർക്കാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത ഘട്ടം ഒരു പക്ഷേ ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ ആയിരിക്കാം. അപ്പോൾ ഇതുവരെയുള്ള 2 സ്റ്റേജ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സ്റ്റേജ്, അതായത് 3ാമത്തെ സ്റ്റേജ്, ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി. അതാണ് ഈ സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്നത്. ഇപ്പോൾ യാത്രയുടെ ഏറ്റവും ടഫായൊരു ഘട്ടത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇതിനെ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രി, അതായത് ഡാർക്ക് നൈറ്റ് ഓഫ് ദി സോൾ എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഘട്ടത്തെ ഞാൻ ശൂന്യത എന്ന് വിളിക്കും. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഒരുതരം ശൂന്യതയിൽ അകപ്പെട്ടതായിട്ട് തോന്നിയേക്കാം. ഈ ശൂന്യത എന്ന് പറയുന്നത് ഒന്നുമില്ലാത്തൊരവസ്ഥയല്ല, മറിച്ച് നിങ്ങളുടെ പഴയ നിങ്ങൾക്കും പുതിയ നിങ്ങൾക്കും ഇടയിലുള്ളൊരു ഇടമാണ്. നിങ്ങൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയാത്തൊരവസ്ഥ വരും. പക്ഷേ അത് കുഴപ്പമില്ല. നിങ്ങൾ ഒരു പക്ഷേ വളരെ വലിയൊരു ആത്മീയ പ്രതിസന്ധിയിലൂടെ കടന്നു പോയേക്കാം. അർത്ഥമില്ലായ്മ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തൊരവസ്ഥ, ഒരുതരം നിരാശ, അതുപോലെ ഈ ലോകത്ത് എനിക്ക് എവിടെയാണ് സ്ഥാനം എന്നുപോലും അറിയാത്തൊരു തോന്നൽ ഒക്കെ ഈ സമയത്തുണ്ടാകാം.
ഇതൊരു വെറും മോശം ദിവസമോ അല്ലെങ്കിൽ ഒരു താൽക്കാലിക വിഷാദമോ അല്ല, മറിച്ച് ഇത് നിങ്ങളുടെ ഉള്ളിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ വൈകാരികവും ആത്മീയവുമായ ഒരു അവസ്ഥയാണ്. നിങ്ങളുടെ സ്വന്തം എന്ന തോന്നൽ പോലും ഇല്ലാതാകുന്നതായി നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഓർക്കണം, ഇതൊരു പുനഃക്രമീകരണത്തിന്റെ സമയമാണ്. നിങ്ങൾ ഇതുവരെ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ആത്മാവ് സ്വീകരിക്കുന്നു. ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾ പുറത്തു വരാനുള്ള ഒരുക്കമാണിത്. ഈ ഒരു സമയത്ത് നിങ്ങൾക്കൊരു പക്ഷെ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് പോകാൻ ഇഷ്ടപ്പെട്ടേക്കാം, ഡയറി എഴുതാൻ തോന്നിയേക്കാം, അല്ലെങ്കിൽ പ്രകൃതിയിൽ വെറുതെ നടക്കുന്നത് പോലും നിങ്ങൾക്കൊരു ആശ്വാസം നൽകിയേക്കാം. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മറഞ്ഞിരിക്കുന്ന കഴിവുകൾ, ആഗ്രഹങ്ങൾ ഇവയെല്ലാം പുറത്തു വരാം. നിങ്ങളുടെ ഹൃദയത്തിന്റെ വിളി കൂടുതൽ വ്യക്തമാകും. ഓ, ഞാൻ ശരിക്കും ഇതിനാണ് ജനിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ഹൃദയത്തിന്റെ ഈ വിളി ശ്രദ്ധിച്ചാൽ അത് നിങ്ങളെ നിങ്ങളുടെ യഥാർത്ഥ ശക്തിയിലേക്ക് നയിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ഉള്ളിൽ ഇത്രയും ശക്തി ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ ആത്മാവിനറിയാം നിങ്ങൾക്ക് എപ്പോഴാണ് വിശ്രമം വേണ്ടത്, എപ്പോഴാണ് മുന്നോട്ട് പോകേണ്ടത്. ഒരു ദിവസം നിങ്ങൾ ഈ ശൂന്യതയിൽ നിന്ന് പുറത്തു വരും, ഒരു പുതിയ തിളങ്ങുന്ന മനോഹരമായ നിങ്ങളായിട്ട്. നിങ്ങളുടെ വിശ്വാസങ്ങൾ, നിങ്ങളുടെ ചിന്താഗതി, അതുപോലെ നിങ്ങൾ കാണുന്ന ലോകം പോലും ഒരുപക്ഷെ മാറിയിട്ടുണ്ടാകും. നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുകയും ഒരു ഇരുണ്ട രാത്രിയുടെ നടുവിലോ അല്ലെങ്കിൽ ഈ ശൂന്യമായ അവസ്ഥയിലേക്ക് നടക്കുകയോ ആണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ഉറപ്പിച്ചു പറയാം, നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ യാത്ര കുറച്ച് ദീർഘമായിട്ട് തോന്നിയേക്കാം. ഈ അവസ്ഥ എപ്പോഴാണ് അവസാനിക്കുക എന്ന് നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകാം. പക്ഷേ ഈ പ്രക്രിയയെ നിങ്ങൾ വിശ്വസിക്കണം. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായ പാഠങ്ങളുണ്ട്. ഓരോ പാഠവും നിങ്ങളുടെ ആത്മീയ വളർച്ചയുടെ അടുത്ത പടിയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. നിങ്ങളുടെ ആത്മാവ് വളരെ ബുദ്ധിമാനാണ്. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതും നിങ്ങൾ എന്തൊക്കെ പഠിക്കണമെന്നതും അതിന് നന്നായിട്ട് അറിയാം. ഇരുണ്ട രാത്രിയും ശൂന്യതയും താണ്ടി നിങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ വിചാരിച്ചതിലും എത്രയോ അധികം ശക്തരാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിലെ ദുരിതങ്ങളെ നിങ്ങൾ അതിജീവിച്ചു. ഇപ്പോൾ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഞാൻ ഗ്രൗണ്ട്നെസ് എന്ന് വിളിക്കുന്ന ഒരവസ്ഥയിലേക്കാണ്. അതായത് 4ാമത്തെ അവസ്ഥ. ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ട് കഷ്ടപ്പെട്ടതിന് ശേഷം ഒടുവിൽ നിങ്ങളുടെ കാലുകൾ മണ്ണിൽ ഉറച്ചതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടും. നിങ്ങളുടെ ആത്മീയ യാത്ര ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ അല്ലാതെ ശാന്തമായ കുന്നുകളിലൂടെയുള്ള ഒരു മനോഹരമായ കാർ യാത്ര പോലെ അനുഭവപ്പെടാൻ തുടങ്ങുന്നൊരു ഘട്ടമാണിത്. വഴിയിൽ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഒരു ശക്തമായ സ്റ്റിയറിംഗ് വീൽ ഉണ്ട്, നിങ്ങളുടെ അവബോധം. അതുപോലെ നല്ല ടയറുകളുണ്ട്, നിങ്ങളുടെ പുതിയ ജ്ഞാനം. ഈ ഗ്രൗണ്ട്നെസ് എന്ന് പറയുന്നത് ഒരുതരം സ്ഥിരത കൈവരിക്കുന്ന സമയമാണ്. നിങ്ങളുടെ ഉള്ളിലെ വലിയ വൈകാരികവും ആത്മീയവുമായ കൊടുങ്കാറ്റുകളൊക്കെ അടങ്ങി ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അസ്തിത്വത്തിന്റെ ശാന്തമായ ഒരു തീരത്തെത്തിയിരിക്കുന്നു. ഇനി നിങ്ങൾ അതിജീവനത്തിന് വേണ്ടി പരക്കം പായേണ്ടതില്ല. ഇപ്പോൾ നിങ്ങൾ കെട്ടിപ്പടുക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് തന്ന പുതിയ അറിവുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ തുടങ്ങുകയാണ്. ഇപ്പോൾ നിങ്ങൾ ആ പഴയ ആളല്ല. നിങ്ങളുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുന്നു. നിങ്ങൾ ദുഃഖവും സന്തോഷവും ഏകാന്തതയും കൂട്ടായ്മയും ഒക്കെ അനുഭവിച്ചിരിക്കുന്നു. ഈ അനുഭവങ്ങളെല്ലാം വെറുതെ കടന്നുപോയില്ല. അവയെല്ലാം ഇപ്പോൾ നിങ്ങളുടെ ഭാഗമാണ്. നിങ്ങളെ കൂടുതൽ ശക്തനും മനോഹരവുമാക്കിയിരിക്കുന്നു. ഒരുപാട് വേദനകൾ സഹിച്ചതിന് ശേഷം കൂടുതൽ കരുത്തോടെ തിരിച്ചു വന്നൊരു വ്യക്തിയെ പോലെ നിങ്ങളിപ്പോൾ കൂടുതൽ മനോഹരമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ബന്ധങ്ങൾക്ക് പുതിയ തലം കൈവരുന്നതായിട്ട് പലർക്കും അനുഭവപ്പെടും. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളുമായി നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്താഗതികൾ ഒരുപോലെ വരണമെന്നില്ല. അത് സ്വാഭാവികമാണ്. നിങ്ങൾ അവരെ ഉപേക്ഷിക്കുകയൊന്നുമല്ല, നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാൻ വിധിക്കപ്പെട്ടവർ നിങ്ങളെ പിന്തുടരും. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ബന്ധങ്ങൾക്ക് മുമ്പത്തേക്കാൾ ആഴവും ആത്മാർത്ഥതയും ഉണ്ടാകും. ഇതുകൂടാതെ നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായ ഒരു ധാരണ കിട്ടുന്ന സമയം കൂടിയാണ്. സമൂഹം, കുടുംബം, അതുപോലെ നിങ്ങളെ സന്തോഷിപ്പിക്കാത്ത നിങ്ങളുടെ പഴയ സ്വപ്നങ്ങൾ എന്നിവയുടെ പ്രതീക്ഷകളെ നിങ്ങൾ ഉപേക്ഷിക്കും. നിങ്ങൾക്ക് ശരിക്കും എന്താണ് പ്രധാനപ്പെട്ടതെന്ന് കാണാൻ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. പ്രപഞ്ചം ഒരു മൂടൽമഞ്ഞ് നീക്കി ഇതാണ് നിങ്ങളുടെ വഴി എന്ന് പറയുന്നത് പോലെ തോന്നും. ഇതൊരു ശാന്തമായ സമയമാണ്. പക്ഷേ ഇതിനെ ഒരു മരവിച്ച അവസ്ഥയായിട്ട് തെറ്റിദ്ധരിക്കരുത്.
ഇതൊരു വലിയ സമുദ്രത്തിനടിയിലുള്ള ആഴത്തിലുള്ള നിശബ്ദത പോലെയാണ്. പുറമേ നിങ്ങൾ സാധാരണ ജീവിതം നയിക്കുന്നുണ്ടാകാം, പക്ഷെ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ എല്ലാം മാറിയിരിക്കും. നിങ്ങൾ ജീവിതത്തെ പുതിയ കണ്ണുകളിലൂടെ കാണും, പുതിയ കാതുകളിലൂടെ കേൾക്കും, ഉയർന്ന കൈകളാൽ സ്പർശിക്കും. കൂടാതെ നിങ്ങളിപ്പോൾ കാര്യങ്ങൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളിപ്പോൾ ഉയർന്ന ഫ്രീക്വൻസിയിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആകർഷിക്കുന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ, ആളുകൾ, അവസരങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചതുകൊണ്ട് ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ അനുഗ്രഹമായിട്ട് തോന്നും. പ്രപഞ്ചം നിങ്ങൾക്കായി, പുതിയ നിങ്ങൾക്കായി നൽകുന്ന സമ്മാനങ്ങളായി തോന്നും. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആത്മീയ ഉണർവിൻ്റെ ഓരോ ഘട്ടവും വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. നിങ്ങളുടെ പുതിയ അറിവുകളുമായി ഈ ലോകത്തെ നേരിടാൻ നിങ്ങൾ തയ്യാറാണ്. നിങ്ങളെ ഒരു മരമായിട്ട് സങ്കല്പിക്കുക. നിങ്ങളുടെ ആത്മീയ യാത്രയുടെ ആദ്യ ഘട്ടങ്ങളിൽ നിങ്ങൾ ആകാശത്തേക്ക് ആകാംക്ഷയോടെ വളരുന്ന ഒരു ചെറിയ തൈ പോലെയായിരുന്നു. നിങ്ങളുടെ കൊമ്പുകൾ ഉത്സാഹത്തോടെ വളരുന്നു, സൂര്യരശ്മി സ്വീകരിച്ചു. എന്നാൽ ഈ വളർന്ന മരത്തിന് അതിൻ്റേതായ ലക്ഷ്യങ്ങളുണ്ടല്ലേ. അത് തണൽ നൽകുന്നു, പഴങ്ങൾ നൽകുന്നു, മറ്റുള്ളവർക്ക് അഭയം നൽകുന്നു. അങ്ങനെ ഈ ലോകത്തിന് അതിൻ്റേതായ സംഭാവന നൽകുന്നു. അതുപോലെ നിങ്ങൾ വെറുതെ ജീവിക്കുകയല്ല, നിങ്ങൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തെയും നിങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുന്നു. ഓരോ ഘട്ടത്തിലും അതിൻ്റേതായ സൗന്ദര്യവും പാഠങ്ങളുമുണ്ട്. അത് നിങ്ങളെ കൂടുതൽ ബുദ്ധിമാനും ശക്തനുമായ ഒരു വ്യക്തിയായിട്ട് മാറ്റുന്നു. നിങ്ങൾ ഈ ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഓർക്കുക, ഒരു മരം മുകളിലേക്ക് വളരുന്നത് പോലെ താഴേക്ക് വേരൂന്നുകയും വേണം. ഒരു സന്തുലിതവും സംതൃപ്തവുമായ ജീവിതത്തിന് രണ്ടും അത്യാവശ്യമാണ്. ആകാശത്തിലേക്ക് നോക്കൂ, പക്ഷെ താഴെ ഉറച്ചു നിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന ശക്തി ഒരിക്കലും മറക്കരുത്. ഏറ്റവും ഒടുവിലത്തെ സ്റ്റേജാണിത്. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മീയ യാത്ര ഞാൻ പറഞ്ഞ ഇതേ ഘട്ടത്തിലായിരിക്കണമെന്നില്ല. ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ഏതവസ്ഥയിലാണെങ്കിലും അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്